നാം നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മാനസികമായ സന്തുലിതാവസ്ഥയെയും നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് രാഷ്ട്രങ്ങളും സമൂഹങ്ങളും അപകടങ്ങളെയും അത്യാഹിതങ്ങളെയും എങ്ങനെ നേരിടുന്നു എന്നുള്ളത് ആ ജനതയുടെ മാനസിക സംസ്കൃതിയെയും ജീവിതത്തോടുള്ള അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. ജപ്പാനിലുണ്ടായ അത്യാഹിതം ജാപ്പനീസ് ജനത എപ്രകാരമാണ് നേരിടുന്നതെന്ന് നാം ടെലിവിഷനിൽ കൂടി തുടർച്ചയായി കണ്ടിരിക്കുകയായിരുന്നല്ലോ. എല്ലാ സമൂഹങ്ങളും രാഷ്ട്രങ്ങളും പലപ്പോഴും അവരിൽ നിന്ന് നമ്മൾ ജാപ്പനീസ് ജനതയിൽ നിന്ന് കണ്ടതിൽ നിന്ന് പല സാധന പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. ഭൂകമ്പവും തുടർന്നുണ്ടായ സുനാമി, പിന്നെ ഉണ്ടായി ആണവ കേന്ദ്രങ്ങളിലുണ്ടായ അപകടം, ഇതെല്ലാം നാം കണ്ടു. അനേകായിരങ്ങൾ മരിച്ചു, അനേക ലക്ഷങ്ങൾ ഭവനരഹിതരായി. ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ആ ആണവ പ്രസരണത്തും ഏറ്റവും അപകടകരമായി തുടരുന്നു. അടുത്ത കാലത്ത് വളരെ അപൂർവം രാഷ്ട്രങ്ങളോ ജനതയോ മാത്രമേ ഇത്ര വലിയൊരു അത്യാഹിതത്തെ നേരിടേണ്ടി വന്നിട്ടുള്ളൂ. എങ്കിലും ജാപ്പനീസ് ജനത ഈ അപകടങ്ങളെ എത്ര സമചിത്തതയോടുകൂടിയാണ്, എത്ര ധൈര്യത്തോടു കൂടിയാണ് നേരിടുന്നതെന്നും നാം കണ്ടു. ജപ്പാൻകാരുടെ മുഖങ്ങളിൽ ദുഃഖത്തിൻ്റെ കരിനിഴൽ ദൃശ്യമായിരുന്നെങ്കിലും അവിടെ നിന്ന് വലിയ വൻ വിലാപങ്ങളോ കൂട്ടക്കരച്ചികളോ അധികമായി ഉയരുന്നതായി നാം കണ്ടില്ല. വേദന അവരുടെ മുഖങ്ങളിൽ വളരെ ദൃശ്യമായിരുന്നു. അപകടം പലയിടത്തും പതിയിരുന്നു. എന്നാൽ ഭക്ഷണവും വെള്ളവും പോലും പരിമിതമായി റേഷൻ ചെയ്യപ്പെടേണ്ടി വരുന്ന അവസരങ്ങളിൽ പോലും ജാപ്പനീസ് ജനത എത്ര ഡിസിപ്ലിൻഡായിട്ടാണ് ആ ക്യൂവിൽ നിൽക്കുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നില്ലേ? തികഞ്ഞ അച്ചടക്കം പാലിക്കുന്നു. എല്ലാവർക്കും അല്പമെങ്കിലും ലഭിക്കുവാൻ വേണ്ടി ആവശ്യത്തിൽ കൂടുതലായി ആരും വാങ്ങിക്കുന്നില്ല, സംഭരിക്കുന്നുമില്ല. ഏതെങ്കിലും മാർക്കറ്റിൽ ജനങ്ങൾ ഇരച്ചു കയറി ലൂട്ടിങ്ങും അതിക്രമങ്ങളും നടത്തുന്നതായും നാം കേട്ടില്ല. മറിച്ച് കടകളിൽ ഇലക്ട്രിസിറ്റി പോകുന്ന അവസരത്തിൽ എടുത്ത സാധനങ്ങൾ തിരിച്ച് ഷെൽഫിൽ വെച്ചിട്ട് ശാന്തരായി ജനങ്ങൾ ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. ആവശ്യ സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് വില കൂട്ടുവാനല്ല കച്ചവടക്കാർ അവിടെ ശ്രമിച്ചതെന്ന് നാം കേട്ടു. സാധാരണ ജനങ്ങളുടെ സഹായിക്കുന്നതിന് വേണ്ടി പലയിടങ്ങളിലും വില കുറച്ച് വിൽക്കുകയാണ് അവർ ചെയ്തത്. സ്വന്തം ആവശ്യങ്ങൾക്ക് സാധനങ്ങൾ തികയാതെ വരുമ്പോഴും അശരണർക്കും രോഗികൾക്കും മറ്റ് പ്രായമായവർക്കും വേണ്ടി ആളുകൾ മാറിക്കൊടുക്കുന്ന ഒരു കാഴ്ച കാണുന്നു. അപകടത്തിനും അപകടം വന്ന അവസരത്തിൽ അപകടത്തിന് ദുഃഖസൂചകമായി ഹർത്താൽ ആചരിച്ച് വീട്ടിലിരിക്കാനല്ല ജപ്പാനിലെ തൊഴിലാളികൾ തയ്യാറായത്. അവർ കൂടുതൽ സമയവും കൂടുതൽ ദിവസവും ജോലി ചെയ്യാനായിട്ട് സാധിച്ചതാണ് ചെയ്തത്. ഗവൺമെൻറ് അപ്പോഴപ്പോൾ സംഗതികൾ വസ്തുനിഷ്ഠമായി സത്യസന്ധമായി ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും, പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ പാകപ്പിഴകളറ്റി പറഞ്ഞ് ബഹളമുണ്ടാക്കാനല്ല ശ്രദ്ധിച്ചത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് നാം കണ്ടത്. പത്രങ്ങളും മാധ്യമങ്ങളും വാർത്തകൾ ജനങ്ങളെ അപ്പോഴപ്പോൾ അറിയിച്ചു കൊണ്ടിരുന്നു. ജനങ്ങളെ പരിഭ്രാന്തമാക്കുവാനല്ല അവർ ശ്രമിച്ചത്. റിക്ടർ സ്കെയിലിൽ 8 കൂടിയ ഭൂകമ്പം ഉണ്ടായ അവസരത്തിൽ ചില കെട്ടിടങ്ങൾ ഊഞ്ഞാല് പോലെ ആടിയെന്നാണ് പറയുന്നത്. എന്നാൽ ഭൂകമ്പത്തിൻ്റെ വലിപ്പവും വിപുലത കണക്കിലെടുക്കുമ്പോൾ ഇത്ര കുറച്ച് കെട്ടിടങ്ങൾ മാത്രമേ നശിച്ചുള്ളൂ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഈ കെട്ടിടങ്ങൾ പണിതത്, അതിന് ടെൻഡർ കൊടുത്തത് മന്ത്രിമാരാരും കൈക്കൂലി വാങ്ങിയിട്ടല്ല. ഈ കെട്ടിടം തുറന്നു കൊടുക്കാൻ എഞ്ചിനീയർമാരും കോഴ വാങ്ങിക്കാനിടയില്ല. എഞ്ചിനീയറിംഗ് ശാസ്ത്രത്തിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും അനുപമമായ വിജയം മാത്രമല്ല, അത് നിർമ്മിച്ചവരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയുടെയും പ്രതീകങ്ങളാണ്
നിലം പതിക്കാതെ നിന്ന ആ കെട്ടിടങ്ങൾ. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോൺഫറൻസിന് 5 ദിവസം ടോക്കിയോയിൽ പോയി ഞാൻ താമസിച്ച അവസരത്തിൽ ഓർത്തുപോയി. ജപ്പാനിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ ആളുകൾ നമ്മൾ കണ്ടുമുട്ടുന്ന സാധാരണ ആൾക്കാരിൽ അധികം പേർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. എന്നാൽ ജാപ്പനീസ് ജനന ആതിഥ്യ മര്യാദ കൊണ്ട് അവരെ കുറവ് പരിഹരിക്കുന്നു. ഹോട്ടലിൽ നിന്ന് പുറത്തു പോകുന്ന അവസരത്തിൽ ഹോട്ടലിൻ്റെ പേര് ജാപ്പനീസ് ഭാഷയിൽ എഴുതിയ ഒരു കാർഡ് ഞാൻ കയ്യിൽ സൂക്ഷിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ വഴി തെറ്റിപ്പോകുന്ന അവസരത്തിൽ വിദേശിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അപരിചിതർ അടുത്ത് വന്ന് ഹോട്ടൽ കാർഡ് കാണിക്കുമ്പോൾ പലപ്പോഴും 1-2 മൈൽ നടന്ന് എൻ്റെ കൂടെ വന്ന് എന്നെ ഹോട്ടലിൽ തിരിച്ചു കൊണ്ടാക്കിയിട്ടുണ്ട്. ഈ അത്യാഹിസം നടന്ന അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിദേശികൾ അവരെ സഹായിക്കാനും അവരെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുവാനും ജാപ്പനീസ് ഗവൺമെൻറ്റും ജാപ്പനീസ് ജനതയും കാണിച്ച ആ താല്പര്യം അവരെ എല്ലാ വിദേശികളും എടുത്തു പറയുന്നുണ്ട്. സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിലെ ജനങ്ങളെപ്പോലെ ഭയപ്പെട്ട് ഒരു റോബോട്ട്സുകളെപ്പോലെയല്ല ജാപ്പനീസ് ജനത പ്രതികരിച്ചതെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. വളരെ സ്വതന്ത്രമായ, വളരെ ഫ്രീ വീലിംഗ് ആയിട്ടുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പൂർണ്ണ മനസ്സോട്, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ജനതയെല്ലാം ഈ ത്യാഗങ്ങൾ സഹിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നത്. അപൂർവമായെങ്കിലും മന്ത്രിമാർ വാങ്ങിക്കുന്ന കൈക്കൂലിയും സ്ത്രീപീഡനവുമൊക്കെ അവിടെയും ഉണ്ടെന്ന് പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ പാർട്ടി പരിഗണനകൾക്ക് അതീതമായിട്ട് നിന്നുകൊണ്ട് ഉള്ളൊരു ധർമ്മബോധം കുറ്റം ചെയ്യുന്നവനെ ശിക്ഷിക്കുന്നതിന് ജപ്പാൻകാരനുണ്ട്. രാഷ്ട്രീയക്കാരെ നേർവഴിക്ക് എങ്ങനെ നടത്തണമെന്ന് ജനങ്ങൾക്കറിയാം. എങ്കിലും റോബോട്ടുകളെ പോലെ അല്ലാതെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ അവരുടെ മാനസിക ഔന്നത്യവും സാംസ്കാരിക ധർമ്മബോധവും അപകടങ്ങളെയും അത്യാഹിതങ്ങളെയും നേരിടുവാൻ ഒരു ജനതയ്ക്ക് എങ്ങനെ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമാണ് ജാപ്പനീസ് ജനതയിലൂടെ ഈ അപകട അവസരത്തിൽ നാം ദർശിച്ചത്. ഫേസ്ബുക്കിൽ ഒരു ജാപ്പനീസ് ചെറുപ്പക്കാരൻ എഴുതിയിരുന്നത് ഞാൻ ഓർക്കുന്നു. തൻ്റെ 57 വയസ്സുള്ള പിതാവ് ആണവ കേന്ദ്രത്തിലെ ഒരു സെക്യൂരിറ്റി ഗാർഡായിരുന്നു. ആ ജോലിയിൽ നിന്ന് വിരമിച്ച് റിട്ടയർമെൻറ്റ് ജീവിതം ശാന്തമായി ആരംഭിക്കുന്ന അവസരമാണ്. ഈ അവസരത്തിലാണ് ഈ അത്യാഹിതമുണ്ടായത്. അദ്ദേഹം അപകടം പിടിച്ച ആ കേന്ദ്രത്തിൽ തിരിച്ച് ജോലി ചെയ്യുവാനായിട്ട് അച്ഛൻ തയ്യാറായി. അച്ഛൻ തിരികെ ചേർന്നു. സ്വമനസ പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു. തിരികെ പോയി ജോലി ചേർന്നു. പോകാനുള്ള കാരണമായി തൻ്റെ അച്ഛൻ പറഞ്ഞതെന്തെന്ന് ആ ചെറുപ്പക്കാരന് ഈ ഫേസ്ബുക്കിൽ എഴുതുകയുണ്ടായി. പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ അവിടെ പോയി വീണ്ടും ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ വരുന്ന 40-50 വർഷത്തിനിടയിൽ അതുമൂലം ആ റേഡിയേഷൻ പ്രസരണം കാലം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ തനിക്ക് 57 വയസ്സ് കഴിഞ്ഞു. ഇനിയും 10, 20, 30 വർഷങ്ങൾക്കിടയിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും മറ്റു രോഗങ്ങളുണ്ടാകാൻ സാധ്യതയും ഒരുപോലല്ലേ. അതുകൊണ്ട് ആ ത്യാഗം ഏറ്റെടുക്കുവാൻ വേണ്ടി അയാൾ തയ്യാറായി. ത്യാഗത്തിൻ്റെയും സ്വയം സമർപ്പണത്തിൻ്റെയും വളരെ വ്യക്തമായ ഉദാഹരണങ്ങൾ ജാപ്പനീസ് ജനതയിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിച്ചു. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ YP തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.